ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പനി വല്ലാത്തൊരു പനിയായി പോയിട്ടോ, ഭയങ്കര ക്ഷീണവും മേലുവേദനയും അതുപോലെ തുമ്മലുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട്, ഒരു നല്ല ബ്ലൂ കളറാണ്. അതുപോലെ 2 സൈസ് ഗോൾഡൻ കളർ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് പിന്ന് വേണം, എലാസ്റ്റിക് ത്രെഡ് വേണം. അപ്പോൾ ഗോൾഡൻ കളർ ബീഡ് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. പിന്നെ അതൊരെണ്ണം ഡിസൈനിനുള്ള ബീഡാണ് കേട്ടോ, സാധാരണ നോർമൽ പ്ലെയിൻ ബീഡല്ല. ഇനി നമ്മൾ എലാസ്റ്റിക് ത്രെഡ് നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ത്രെഡ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നല്ല കനം കുറഞ്ഞ എലാസ്റ്റിക് ത്രെഡ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ആ വലിയ ഗോൾഡൻ ബീഡ് ഒരു 5 എണ്ണം കോർത്തെടുത്തിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഡ്സ് കോർത്തതിന് ശേഷം അതിൻ്റെ ഒരു അറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേണം കെട്ടിടാൻ. ഒരുപാട് ത്രെഡ് സെൻറ്ററിലൊന്നും വെച്ച് കെട്ടിടണ്ട, അപ്പോൾ നമ്മൾ ഒരുപാട് ത്രെഡ് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇതുപോലെ ഒരു അറ്റത്ത് വന്നിട്ട് നമ്മളിതുപോലെ 2 കെട്ടിട്ടിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. 2 ചുറ്റിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അതുപോലെ 2 കെട്ടിട്ടതിന് ശേഷം ആ ബാലൻസ് ഉള്ള ആ ഒരു ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിവിടെ ഒരു ലെയർ എലാസ്റ്റിക് ത്രെഡിൻ്റെ ആവശ്യമുള്ളൂ ഇനിയുള്ള ബീഡ്സ് കോർക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബീഡ്സുകൾ കോർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ സെൻറ്റർ ഭാഗം കിട്ടുന്നത്. ഇനി നമ്മൾ ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ്, അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചെറിയ ഒരു ഗോൾഡൻ ബീഡ്, ആ രീതിയിലാണ് കോർത്തെടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ഗോൾഡൻ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് വേണം ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് അത് ഊരിപ്പോവും. അപ്പോൾ ഗോൾഡൻ ബീഡിനെ മാറ്റി നിർത്തുക. അതിനുശേഷം ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് നമ്മുടെ ബീഡ് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുക. ഇതുപോലെ ആദ്യം നമ്മൾ ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുക. അതിനുശേഷം നമ്മുടെ സെൻറ്ററിലുള്ള ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കണം. അപ്പോൾ സെൻറ്ററിലെ ബീഡ് നമ്മുടെ ഈ ബീഡിനെ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ അറിയാം നമ്മുടെ ബീഡ് എവിടെയാണ് നിൽക്കണമെന്ന്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾ ഇതുപോലെ കോർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെൻറ്ററിലെടുത്ത ബീഡ് വലുതായതുകൊണ്ട് നമുക്ക് കോർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചെറിയ ബീഡൊക്കെ ആണെങ്കിലാണ് ത്രെഡ് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. ഇനി നമ്മൾ അത് വലിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്രിസ്റ്റൽ ബീഡിനെ ഇതുപോലെ സെൻറ്ററിലെ ബീഡിൻ്റെ അടുത്ത് വച്ചതിന് ശേഷം വേണം ടൈറ്റാക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ കുറച്ച് ലൂസ് വരും. ഇങ്ങനെ വലിച്ചു കൊടുക്കണം, എങ്കിലേ അത് കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. ഇപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ബീഡ്സ് കോർത്ത് കഴിയുമ്പോൾ വരിക. ഇനി നമുക്കത് ചുറ്റും കോർത്തെടുക്കണം. ഇനി നമ്മൾ അടുത്ത് കോർക്കേണ്ടത് സെയിം ഇതേ രീതിയിൽ തന്നെ ക്രിസ്റ്റൽ ബീഡ്, അതുപോലെ ആ ചെറിയ ബീഡ്, അതിനുശേഷം തിരിച്ച് നമ്മൾ ആ ചെറിയ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു റൗണ്ട് ഫുള്ളാക്കി എടുക്കണം. എപ്പോഴും തൊട്ടടുത്ത് നിൽക്കുന്ന ബീഡിൻ്റെ അടുത്ത് വേണം കോർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു ഗ്യാപ്പ് വരും, ഒരു ബീഡ് കോർത്ത് കഴിഞ്ഞാൽ അടുത്ത ബീഡിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. പക്ഷേ അങ്ങനെയാണ് ആ ബീഡ് നിൽക്കുക. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വീണ്ടും കോർക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ബീഡ് ഒരു റൗണ്ട് എത്തിക്കഴിയുമ്പോൾ കോർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഭംഗി, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടമായത്, അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾ കമൻറ്റിലൂടെ പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ നല്ല നല്ല കമൻറ്റുകളും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇനി അടുത്ത ബീഡ് കോർക്കാണ്. അപ്പോൾ ഞാൻ ഇനിയുള്ളത് കുറച്ച് സ്പീഡിട്ട് കാണിക്കുകയാണ്, കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് കോർത്തെടുക്കാനായിട്ട്. കംപ്ലീറ്റ് കോർത്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ബീഡ് കോർക്കാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം സെയിം രീതിയിൽ തന്നെയാണ് കോർക്കുന്നത്. പിന്നെ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. നല്ല കമ്മലാണത്. അത് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും നമുക്ക് കാണുമ്പോൾ ചെയ്യാൻ, പക്ഷേ അത് 1-2 ബീഡ് കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ ഒരു സ്റ്റഡ് മോഡൽ തന്നെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മോഡൽ കമ്മലാണ്. ഇനി നമുക്കിത് കെട്ടിട്ട് കൊടുക്കാം. അതിനായിട്ട് ആ സെൻറ്ററിൽ ബീഡ്സിൻ്റെ ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ ത്രെഡിനെ പുറത്തേക്ക് എടുക്കുക. ഫുള്ളായിട്ട് വലിക്കരുത്, ഒരു ചെറിയൊരു ഭാഗം അവിടെ നിൽക്കുന്നുണ്ടാവണം. നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ
ത്രെഡ് വീണ്ടും മുകളിലേക്ക് എടുത്തിട്ട് വലിച്ചു കൊടുത്ത് കെട്ടിടുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുന്നുമ്പോൾ കൈത്തുന്നലൊക്കെ തുന്നുമ്പോൾ കെട്ടിടുന്ന അതേ രീതിയിൽ തന്നെ അതൊരു 2 വട്ടം ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ ത്രെഡ് എടുത്തിട്ട് ഒന്നും കൂടി അതുപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുക. കെട്ടിടുമ്പോൾ എപ്പോഴും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് ത്രെഡ് ആയ കാരണം ത്രെഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് പോലെ അതിൻ്റെ ഉള്ളിലൂടെ താഴേക്ക് കൊടുക്കുക. അതിന് ശേഷം ഫുള്ളായിട്ട് വലിക്കരുത്. ഇതാ കണ്ടോ, ഒരു ചെറിയൊരു പോർഷൻ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർക്കുക. സെയിം നമ്മൾ എവിടെയാണോ ബീഡ് കോർത്ത് നിർത്തിയത് അവിടെ തന്നെ വെച്ചിട്ട് കെട്ടിടുക, വലിച്ചു കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റാം. ത്രെഡ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഊരി പോവുമെന്ന് പേടിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം. അതങ്ങനെയാണ് നമുക്ക് കമ്മൽ കിട്ടുന്നത്. കണ്ട നല്ല ഭംഗിയുണ്ട്, നല്ല ആ കളർ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ കളർ അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഗോൾഡനും ആ കളറും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ 2 കമ്മൽ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡ് റിങ് ഇട്ട് ഇയർ ഹൂക്ക് ഇട്ട് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റഡ് പോലെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് സ്റ്റഡ് ചെയ്യാനായിട്ട് ഹെഡ് പിൻ എടുക്കുക. അതിന് ശേഷം നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഒരെണ്ണം കോർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പശ വെച്ചിട്ട് ആ ക്രിസ്റ്റൽ ബീഡിനെ ഹെഡ് പിന്നിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കമ്മൽ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ സെൻറ്ററിലൂടെ നമുക്കൊന്ന് കടത്തിയിട്ട് എത്ര നീളം വേണോ ആ നീളത്തിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കടത്തുക. അതിന് ശേഷം നമുക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് നോക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമുക്കതിൻ്റെ ബാക്കിൽ ബുഷ് ഇട്ടിട്ട് അപ്പോൾ സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം. ഇനി സ്റ്റഡ് അല്ലെങ്കിൽ നമുക്കത് ഹാങ്ങിങ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ 2 രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡൽ കമ്മലാണ്. അപ്പോൾ ഇനി നമുക്ക് കമ്മലിൻ്റെ 2ൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. ഇതാ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പറയുക സൂപ്പറാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റഡ് മാറ്റി നമുക്ക് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് റിങ് ഇട്ട് ഇയർ ഹൂക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ കമ്മൽ ഹാങ്ങിങ് ആയിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.